ഏപ്രിൽ മാസം മുതൽ ശമ്പളം കിട്ടാനുണ്ട്. കേസ് കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ നടപടികളൊന്നും ആയില്ല. കേസ് കൊടുത്തതുകൊണ്ട് അത് കേസിൻ്റെ വഴിയിൽ പോട്ടെ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാങ്കിൻ്റെ ജപ്തി നടപടികളിലൊക്കെ ആയിരിക്കുകയാണ് ഇതിൻ്റെ കാര്യമൊക്കെ. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. വീണ്ടും താമസിച്ച് ഇത് ക്ലിയറായിട്ടുള്ള ഒരു ദിവസം നമുക്ക് പറഞ്ഞിട്ടില്ല. എപ്പോൾ കിട്ടുമെന്നും എങ്ങനെ കിട്ടുമെന്നും അറിയത്തില്ല. ആ രീതിയിലാണ് പോകുന്നത്. ഇവിടെയുള്ള എല്ലാവരും, എല്ലാ ജീവനക്കാരും സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടുകയാണ്. യാത്രാക്കൂലി പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് എല്ലാവരും. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നല്ല നമുക്ക് അനുകൂലമായ ഒരു നീക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൊല്ലം ജവഹർ ബാലഭവനിൽ ശമ്പളം കിട്ടാതെ അധ്യാപകർ. വിവിധ പാഠ്യേതര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്കാണ് ശമ്പളം കുടിശ്ശികയായത്. കൊല്ലം ജവഹർ ബാലഭവനിലെ തബല അധ്യാപകനാണ്. ഇവിടെ 25 സ്റ്റാഫുണ്ട്. ഞങ്ങൾക്ക് 12 മാസമായി ശമ്പളം കിട്ടിയിട്ട് ഞങ്ങളെല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഞങ്ങൾ പലരുടെയും നിർദ്ദേശപ്രകാരം ഹൈക്കോടതിയിലും കേസ് കൊടുത്തു. പക്ഷെ ഇപ്പോഴും ശമ്പളം കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതമാണ്. ഞങ്ങൾ എന്നിട്ടും ഞങ്ങൾ വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ശമ്പളം കിട്ടുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ മത്സരത്തിലല്ല, ഗവൺമെൻറ് പരിഗണിക്കണമെന്ന് ഞങ്ങൾ പറയുന്നു. മാസങ്ങളോളം ശമ്പളം കുടിശ്ശികയുള്ളതായാണ് അധ്യാപകരുടെ പരാതി. 4 മാസം മുതൽ ഇപ്പം 10 ജനുവരി വരെയുള്ള ശമ്പളം 10 മാസത്തെ ശമ്പളം കിട്ടാനുണ്ട്. ഞങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിലവിൽ ജോലി ചെയ്യുന്നത്? ജവഹർ ബാലഭവൻ കൊല്ലം. എന്താണ് ജോലി ഇവിടുത്തെ? ഇവിടുത്തെ അസിസ്റ്റന്റ് ആണ് എൻ്റെ പോസ്റ്റിംഗ്. ഇപ്പം മാനേജർ ഇല്ലാത്തതുകൊണ്ട് മാനേജർ ഇൻചാർജും കൂടെ ഞാനാണ്. ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുകയാണെന്നും അധ്യാപകർ പരാതിയിൽ പറയുന്നു. നമ്മൾ കിട്ടാറുണ്ട്. ഇതുവരെ മുടങ്ങി കിടക്കുന്ന 11 മാസം ശമ്പളമുണ്ട്. ഈ 11 മാസം എന്ന് പറയുന്നത് ഈ 2024 തൊട്ട് ഇങ്ങോട്ടുള്ള വർഷത്തിലാണോ? 24 തൊട്ട് തുടർച്ചയായ ഞങ്ങൾക്ക് ഇതിന് മൊട്ടേ കണ്ടിന്യൂസ് അല്ല ശമ്പളം. കുറെ ഗ്രാൻഡ് മുടങ്ങിയിട്ട് 35 മാസമായില്ലേ? അല്ല 11 മാസമായില്ലേ? അല്ല, മൊത്തത്തിൽ കിട്ടാനുള്ള 11 മാസമുണ്ട്. ഇത് പിന്നെ നമ്മളെ ഈ ജവഹർ ബാലഭവൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ അധീനതയിൽ തന്നെയാണോ? തന്നെയാണ്. സർക്കാർ ട്രഷറി മുഖേന്ദ്രം തന്നെയാണ് ശമ്പളം കിട്ടുന്നത്. ഗ്രാൻഡായിട്ടാണ് കിട്ടുന്നത്. ശമ്പളം കിട്ടാതിരുന്നിട്ടും ജോലിയോടുള്ള ആത്മാർത്ഥതയ്ക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നും ജവഹർ ബാലഭവനിലെ ഒരു കൂട്ടം അധ്യാപകർ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും ജീവിതം തന്നെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരവസരമാണ്. അതിന് യാതൊരു നടപടികളും മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നില്ല. ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെ അവസ്ഥ എന്താകുമെന്ന് ഒരു പിടിയുമില്ല. ഞങ്ങളെ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സാമ്പത്തികം തന്നെ വേണമല്ലോ. വിവിധ ആവശ്യങ്ങൾക്കായി പൈസ കടം വാങ്ങിയാണ് ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നും പരാതിയിൽ പറയുന്നു. ഞങ്ങൾക്ക് 11 മാസമായി ശമ്പളം കിട്ടാതായിട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസം 2024 ഏപ്രിൽ മാസം ശമ്പളം കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയില്ല. ബാലഭവനിലെ യോഗാധ്യാപികയാണ്. ഇവിടെ 12 മാസം ശമ്പളം കിട്ടുന്നില്ല. ജീവിക്കാൻ പോലും നിവർത്തിയില്ല. ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേറെ നിവൃത്തിയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് ശമ്പളം കിട്ടാനുള്ള ഒരു മാർഗം ഉണ്ടായിട്ടാണ്. സാർ നമസ്കാരം. ഞാൻ ഈ ജവഹർ ബാലഭവനിലെ മൃദംഗ അധ്യാപകനാണ്. ഇപ്പം ഒരു 11 മാസമായിട്ട് നമുക്ക് ശമ്പളമില്ലാതെ നമ്മുടെ ആത്മഹത്യയുടെ വക്കിലാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന പരിഹാരം സർക്കാർ എത്രയും വേഗം ഉണ്ടാക്കണമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി നമസ്കാരം.